ലോക ചാപ്റ്റർ 1 എന്ന സിനിമ മലയാളത്തിൽ വലിയ ഹിറ്റായി, മലയാളത്തിലല്ല ഇന്ത്യയിൽ തന്നെ വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമയിൽ വലിയ സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാഞ്ഞിട്ടും ഈ സിനിമ ഇങ്ങനെ ഹിറ്റാനുള്ള കാരണം എന്തായിരിക്കും സാറിൻ്റെ ഒരു വീക്ഷണത്തിൽ? സൂപ്പർ സ്റ്റാറുകളില്ലാത്ത പല സിനിമകളും മലയാളത്തിൽ ഹിറ്റായിട്ടുണ്ട്. ഷിബിലി ഇപ്പോൾ 20 ലക്ഷം രൂപ മുടക്കിയെടുത്തിട്ടുള്ള ദേശാടനം എന്ന് പറയുന്ന സിനിമ ഏതാണ്ട് അന്ന് വലിയ ഹിറ്റായിരുന്നു. ഷിബിലിയൊക്കെ ഓർക്കേണ്ടതറിയില്ല, ജയരാജ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. ആ സിനിമ ഹിറ്റായെന്ന് പറഞ്ഞാൽ അതിനകത്തായ സായികുമാറും പിന്നെ ഒരു ചെറിയ പയ്യനൊക്കെ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ അത് ആളുകളെ ഇമോഷണലി പിടിച്ചു വലിക്കുന്ന ഒരു സിനിമയാണ്. ആകാശദൂത് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ട് ഞാൻ തിയേറ്ററിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഞാനിപ്പോഴും ഓർക്കട്ടെ, മൈമൂർ ലുലു തിയേറ്ററിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ തമ്മിൽ സംസാരിക്കുന്നില്ല. കാരണം അത്രമാത്രം നമുക്കൊരു ദുഃഖത്തോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, ആ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ ഈ അടുത്ത് പോലും എന്ത് ചെയ്തല്ലോ, ഹിറ്റായല്ലോ. അതുപോലെ മറ്റേ ഷൗബിൻ അഭിനയിച്ച മറ്റേ സിനിമ മഞ്ഞുമൽ ബോയ്സും എന്ത് ചെയ്തു, ഹിറ്റായി. അപ്പോൾ ഇതൊന്നും വലിയ താരങ്ങളൊന്നും വേണമെന്നില്ല, കഥയുടെ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പോലും ഹിറ്റാവും. പക്ഷേ മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ എത്ര ഹിറ്റായി എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല, കാരണം അതിനകത്ത് ഒരുപാട് കള്ളത്തരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ വലിയ ഹിറ്റാണ്. പക്ഷേ ഷിബിലി പറഞ്ഞതിൽ ഒരു നാഷണൽ ഓൾ ഇന്ത്യ ലെവൽ ഹിറ്റല്ല, കാരണം ഹിന്ദിയിൽ അത്രത്തോളം വലിയ കളക്ഷൻ വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ കളക്ഷൻ വന്നേക്കുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ തമിഴിൽ, തെലുങ്കിൽ, അതുപോലെ മലയാളത്തിൽ നിന്നാണ് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ വന്നേക്കുന്നത്. ആ കളക്ഷൻ ഇപ്പോൾ ഏതാണ്ട് 200 കോടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വിശ്വസനീയമായ റിപ്പോർട്ട്. പക്ഷേ ഉറപ്പായിട്ടും തന്നെ 300 കോടി കഴിയും. അത് വലിയ ഹിറ്റാണ്. പക്ഷേ ഈ സിനിമ കണ്ട് ഞാനത് നേരത്തെ തന്നെ കണ്ടതാണ്, ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ കാരണം ഞാൻ ആ സിനിമ കാണാൻ പോകുന്നതിന് തന്നെ വേറൊരു കാര്യമുണ്ട്. കാരണം ആദ്യം എൻ്റെ കുട്ടി പോയി കണ്ടതാണ് ആ സിനിമ. ആ കുട്ടി പോയി കണ്ടതിന് ശേഷം വീണ്ടും കാണാൻ അവൾ പോലും താല്പര്യം പ്രകടിപ്പിക്കുകയും, പക്ഷേ ആ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ പലവട്ടം എന്നോട് പറഞ്ഞിരുന്നു അച്ഛനിത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, കാരണം ഇതൊരു ഫാൻറ്റസി പോലെയുള്ള സ്റ്റോറിയാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ പോയി കണ്ടപ്പോഴത്തേക്കും എന്താണ്, ഭയങ്കരമായൊരു സിനിമയായി നമുക്ക് തോന്നിയില്ലെങ്കിൽ പോലും ഒരു നല്ല സിനിമ തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നത് ഓണത്തിൻ്റെ വെക്കേഷനാണ് ഷിബിലി വന്നത്. ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ വെക്കേഷൻ ഒന്നുമില്ല, പക്ഷേ ഇത് ഓണത്തിൻ്റെ വെക്കേഷനാണ് വന്നത്. ആ വെക്കേഷൻ വരുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത് പ്രത്യേകിച്ചും ഇത് കുട്ടികൾക്കും അതുപോലെ ആളുകൾക്കും ഒക്കെ തന്നെ ഈ പറയുന്നൊരു ത്രില്ലർ സിനിമകൾ അല്ലെങ്കിൽ കുറച്ചുകൂടി പല ജോണറിലുള്ള സിനിമകൾ ഇഷ്ടമാണ്. ഇപ്പോൾ നമുക്കറിയാലോ ഡ്രാക്കുള ഒക്കെ എങ്ങനെയാണ് ഫേമസ് ആയത് എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള സിനിമകൾ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയുടെ ഒരു പാറ്റേൺ ഇതിനുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം, ഒന്നാമത്. രണ്ടാമത്തത്, പണ്ട് മലയാളത്തിലൊക്കെ ഒരു പ്രേതം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റേ വെള്ള സാരി കൊടുത്ത് അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വിസ്മയത്തുമ്പത്ത് എന്ന് പറയുന്ന സിനിമ മോഹൻലാലിലേക്ക് വന്നപ്പോൾ നയൻതാരയൊക്കെ വരുന്നു എന്നുള്ള ലെവലിലാണ് കാണിച്ചെങ്കിൽ, ഇത് യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ഒരു ന്യൂജൻ ആയിട്ടുള്ള, കുറച്ചുകൂടി ഈ പറയുന്ന പോലെ ഒരു ലോജിക്കലി അറിയാവുന്ന ഒരു കാര്യമാണ് അതിനകത്തുള്ളത്. പിന്നെ ആ സിനിമയുടെ ഒരു തിരക്കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൂടി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഒരു സ്റ്റോറി റൈറ്റിംഗ് അതിനകത്തുണ്ട്, സ്ക്രീൻ പ്ലേ അതിനകത്തുണ്ട്. ഷിബിലി ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഷിബിലി അത് കണ്ടതാണ്. അപ്പോൾ ഷിബിലി അറിയേണ്ടത് അതിനകത്ത് ഒരു വാചകമുണ്ട്. അതായത് ഒറ്റ വാചകത്തിലൂടെയാണ് ഇവർ മരിക്കാത്ത, ഇങ്ങനെ ഈ പറയുന്ന പോലെ അമരരായിട്ടുള്ള ആളുകളാണെന്ന് സൂചിപ്പിക്കുന്ന ഒറ്റ ഡയലോഗിലൂടെയാണ്. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ എന്താണ് ഇങ്ങനെ സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു വാചകം മാത്രം, ഇത് സ്പോയിലർ ആവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പറയുന്നത് 20 കൊല്ലത്തിനപ്പുറത്തേക്ക് എനിക്കൊരു സ്ഥലത്ത് നിൽക്കാനാവില്ലെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിലെ നായകനായിട്ട് അഭിനയിക്കുന്ന നസ്ലി ചോദിക്കുന്നുണ്ട് 20 കൊല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അപ്പം അത്ര തന്നെ ലൈഫ് സ്പാൻ അതിന് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഹൃദയം നിന്നാൽ നിങ്ങൾ മരിച്ചു പോകും എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാളെ ഇല്ലാതാക്കാൻ സാധ്യമാവുകയുള്ളൂ അവിടെ. അപ്പോൾ അത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ കേരളത്തിലും മലയാളത്തിലും ഒക്കെ ഇറങ്ങിയിട്ടുള്ള പല തിരക്കഥകളും ഞാൻ നിരവധി തവണ വായിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട തിരക്കഥ എന്ന് പറയുന്നത് വടക്കൻ വീരകഥയുടെയൊക്കെ തിരക്കഥയാണ്. എൻ്റെ വീട്ടിൽ ഫാദർ ഇതൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിച്ചു വെക്കുമായിരുന്നു. അപ്പോൾ നമ്മളിത് വായിച്ചിട്ടുണ്ട്. ആ തിരക്കഥ ശരിക്കും എടുക്കാനായിട്ടൊരു സംവിധായകൻ പോലും വേണ്ട, അത്ര മനോഹരമായിട്ട് ഓരോ ചെറിയ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പതറിക്കൊണ്ട് മമ്മൂട്ടി നടന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ തിരക്കഥയിലുള്ള ഒരു ബ്രില്യൻസിൻ്റെ വളരെ ചെറിയ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരിക്കലും നമുക്ക് അത്ര ഗംഭീരമായിട്ടുള്ള തിരക്കഥയാണെന്ന് ഞാൻ പറയുന്നില്ല, ആ തിരക്കഥ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഇതിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യം. ഒന്ന്. രണ്ടാമത്തത് ഷിബിലി, ഞാൻ വിചാരിക്കുന്ന ഒരു ജെൻസി കാറ്റഗറിയൊക്കെ ക്ലബ് ചെയ്യുന്ന നിരവധി കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. കാരണം ഒരു പാർട്ടിയിങ് കൾച്ചർ, ബാംഗ്ലൂരിലൊരു കൾച്ചർ, ഇപ്പം അതിൽ നമുക്ക് പറഞ്ഞപ്പോൾ ടൊവിനോ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം, അതിൻ്റെ ഒരു കുറച്ചുകൂടി ഒരു ഫ്രീ ആയിട്ടുള്ള, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇപ്പം തൊപ്പി പോലെയുള്ള ആളുകൾ, വേടൻ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ എന്തുകൊണ്ട് ഫേമസ് ആകുന്നു എന്ന് വെച്ചാൽ വളരെ സിംപ്ലിസിറ്റി ഉണ്ട് അതിനകത്ത്. മനസ്സിലായി, വളരെ വളരെ ലളിതമായിട്ടാണ് അവർ ആളുകളോട് ഡീല്
ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടെന്നാണ് ഷിബിലി വിചാരിക്കുന്നത്. അതെന്താണെന്നറിയോ? ഈ മലയാളത്തിൽ കുറച്ചെങ്കിലും ഭേദപ്പെട്ട സിനിമകൾ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മളൊരു ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു 10 സിനിമകളുണ്ടെങ്കിൽ നമുക്ക് വലിയ കൺഫ്യൂഷൻ ആയി പോകും. ഇപ്പം അങ്ങനെയില്ല. ആകെ ഇറങ്ങിയിട്ടുള്ളത് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സത്യനന്ദിക്കാൻ്റെ ഒരു സിനിമയാണ്. അത് മോശപ്പെട്ട സിനിമയാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ പുള്ളിയുടെ സാധാരണ ഉള്ളതുപോലെയുള്ള നന്മ വാരി വിതറുന്നൊരു സിനിമയാണത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു തീം എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കഥ എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള മാർക്കോ പോലെയുള്ള സിനിമകളിലൂടെ വിജയിക്കുന്നുണ്ട്. അതിൽ ആ വയലൻസ് എക്സ്ട്രീം ആണെന്നുള്ളത് കൊണ്ടാണ് അത് വിജയിക്കുന്നത്. അപ്പോൾ അതുപോലെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രാധാന്യമുണ്ടെങ്കിൽ സിനിമ വിജയിക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ എന്ത് ചെയ്യുന്നത് മനസ്സിലാകുന്നത്. ഇതുപോലെ എനിക്ക് തോന്നിയൊരു സിനിമ എന്ന് പറയുന്നത് ഷിബിലിക്കൊക്കെ ഓർമ്മയുണ്ട്, പുലിമുരുകൻ ഇറങ്ങിയപ്പോൾ പുലിമുരുകൻ ഒരു എക്സ്ട്രാ ഓർഡിനറി കഥയും ഒരു എക്സ്ട്രാ ഓർഡിനറി മേക്കിങ്ങും ആയിരുന്നു ഇല്ലേ. അതിനുശേഷം ശരിക്കും അതിൻ്റെ ഡയറക്ടർക്ക് പോലും അത്തരത്തിലുള്ള സിനിമ ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം അതൊരു എൻറ്റയർലി ഡിഫറെൻ്റ്. ആ ഡിഫറൻസിൻ്റെ ഒരു ചെറിയ ഡിഫറൻസ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ആളുകളെ മുഴുവൻ ഇമ്പ്രസ് ചെയ്യിക്കുന്ന ഒരു കാര്യം. അത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് തമിഴിലും തെലുങ്കിലും പോലും വിജയിക്കുന്നതെന്ന് ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ്. കാരണം ഇപ്പോൾ വിജയുടെയൊക്കെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വിജയുടെ സിനിമക്കൊന്നും കഥയില്ല. ശരിക്കും പുള്ളിയുടെ 10 സിനിമ എടുത്തു വെച്ചാൽ 10 സിനിമകളിൽ ഒറ്റ കഥയുള്ളൂ. മനസ്സിലായി? മറ്റേ വില്ലൻ ചിലപ്പോൾ ഒന്നിലേക്ക് ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വില്ലൻ എന്ത് ചെയ്യുന്നുണ്ടാവും, മയക്കുമരുന്ന് എടുത്തിട്ടുണ്ടാവും. എല്ലാ സംഭവമൊക്കെ ഒന്ന് തന്നെ, വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കഥ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ട വിജയനെ എഴുതുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ അതിനിടയ്ക്ക് പൊളിറ്റിക്കലിയുള്ള സ്റ്റോറികൾക്ക് മാത്രം രാഷ്ട്രീയമായിട്ടുള്ള ചില ഡയലോഗുകൾ എഴുതി ചേർത്താൽ മതി. ഇപ്പോൾ മേഴ്സലിലൊക്കെ ഗംഭീരമായിട്ടുള്ള ഡയലോഗുണ്ട്, അമ്പലങ്ങളല്ല ആശുപത്രികളാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഗോപാലകൃഷ്ണനൊക്കെ വന്ന് ചർച്ചയ്ക്ക് ചോദിക്കുന്നുണ്ടായി, അമ്പലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ പോരെ എന്നുള്ളതാണ്. അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊള്ളാനെന്തുള്ളത്? ഒരാളുടെ അഭിപ്രായം പറയുകയാണ്, അമ്പലങ്ങളല്ല വേണ്ടത്, ഇനി പള്ളികളല്ല വേണ്ടത്, ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അഭിപ്രായം പറയാം. മനസ്സിലായി? അപ്പം അതൊക്കെ ഇത്തരം ഞാൻ പറഞ്ഞ ഒരു ചെറിയ വ്യത്യാസത്തിന് വേണ്ടി വളരെ കോമണായ ആളുകൾ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, വിരസമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഈ പണ്ടൊക്കെ നമ്മുടെ മലയാളികൾ സിനിമക്ക് പോയാൽ ഏതെങ്കിലും ഒരു കാലത്ത് വർഷത്തിലൊരിക്കൽ സിനിമ കാണുന്നവരല്ല ഇപ്പോൾ മലയാളി. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഒന്ന് ഇപ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ, 220 സിനിമയൊക്കെയാണ് ഒരു കൊല്ലം ഇറങ്ങുന്നത്. സത്യത്തിൽ ഈ വിനീത് ശ്രീനിവാസനോടൊക്കെ സംസാരിച്ച് അവൻ്റെ എത്ര പടം വന്നിട്ടുണ്ടെന്ന് അവന് പോലും അറിയാൻ പാടില്ല, കഥ അറിയാൻ പാടില്ല. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനല്ല, ധ്യാൻ ശ്രീനിവാസൻ്റെ കാര്യത്തിൽ അവന് തന്നെ അറിയാൻ പാടില്ല. വിനീത് വല്ലപ്പോഴാണ് പടം കൊടുക്കുന്നത്. അപ്പോൾ ഈ കോമൺ നോർമൽ സംഭവങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളിയെ സംബന്ധിച്ചോളം ഇതിലൊരു വ്യത്യസ്തത ഉള്ളതുകൊണ്ടും അത് ഗംഭീരമായി മേക്ക് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലെ നായിക കഥാപാത്രത്തെക്കുറിച്ച്, പെർഫോമൻസിനെ കുറിച്ച് കൂടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നായിക നമുക്കറിയാലോ, പ്രിയദർശൻ്റെയും ലിസിയുടെയും മകളാണ്. ഞാൻ ആൻ്റണി എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടപ്പോൾ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് അതിഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്യുന്നതെന്ന്. ബ്രോഡാഡി കണ്ടപ്പോൾ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് അതിഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതുപോലൊരു പെർഫോമൻസിലേക്ക് ഇതെന്ത് ചെയ്തിരിക്കുന്നു, എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നതാണ്. സെക്കൻഡ് പാർട്ടൊക്കെ പക്ഷേ വിജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും ഇതൊരു ന്യൂ തീം. ആളുകൾക്ക് ലോകത്തെല്ലായ്പ്പോഴും ഷിബിലി ചോദിക്കലറിയാം, ഇപ്പോൾ ഷെർലക് ഹോംസിൻ്റെ കഥകൾ മുതൽ ഈ പറഞ്ഞ ഡ്രാക്കുളയുടെ കഥകൾ മുതൽ ഇത്തരത്തിലുള്ള ആളുകൾക്കറിയാം അതൊന്നും അൺറിയലിസ്റ്റിക് ആണെന്ന്. പക്ഷേ എങ്കിൽ പോലും അത്തരത്തിലുള്ള ഫാൻറ്റസികളോട്, അത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളോട്, അത്തരത്തിലുള്ള പേടിപ്പിക്കുന്ന അനുഭവങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. ഇംഗ്ലീഷിലൊക്കെ പല സിനിമകളും ഇറങ്ങിയിട്ട് ഷിബിലി വലിയ ചലഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒറ്റയ്ക്ക് നിങ്ങളൊരു തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു വലിയ പ്രൈസൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവം ഇത് നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ലോകം വിജയിക്കാൻ കാരണം. ഇതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളത് ദുൽഖർ സൽമാൻ കൂടിയായിരിക്കും. സാറെന്താണ് പ്രൊഡ്യൂസർ ആയതുകൊണ്ടാണ് ദുൽഖറിന് ഇത്രയും സന്തോഷം ഉണ്ടെന്ന് പറയുന്നത്? അല്ല, ആ സിനിമക്ക് ആകെ മുടക്കിയേക്കുന്നത് 30 കോടി രൂപയാണ്. ഞാൻ വിചാരിക്കുന്നത് അതിന് 30 കോടി പോലും വന്നിട്ടില്ല. അത് ഇപ്പോൾ കണക്കൊക്കെ കാണിക്കാൻ വേണ്ടി എഴുതി ചേർത്തൊരു 30 കോടിയാണ്. 30 കോടി എന്ന് വിചാരിച്ചാൽ പോലും ഷിബിലി അറിയേണ്ടത് അതൊരു 20 കോടി മുടക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ടൊബീനോക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് കാശൊക്കെ കൊടുത്താൽ മതി, കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കി പക്ഷേ ഇനി 30 കോടി എന്ന് നമ്മൾ കണക്കൂട്ടിയാൽ പോലും 200 കോടി വരുമ്പോൾ അതിൻ്റെ 1/3 ഉറപ്പായിട്ടും പ്രൊഡ്യൂസർക്ക് കിട്ടും. അപ്പോൾ ഒരു ഏതാണ്ട് ഒരു 70 കോടിക്കടുത്ത്, 68-70 കോടിക്കടുത്ത് ഉറപ്പായിട്ടും പ്രൊഡ്യൂസർക്ക് കിട്ടും. പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് വീക്കിലും തേർഡ് വീക്കിലും കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒരു 80 കോടി ഉറപ്പായിട്ടും പ്രൊഡ്യൂസർക്ക് കിട്ടും. അപ്പോൾ അതൊരു വലിയ എമൗണ്ട് ആണല്ലോ ഷിബിലി. അതായത് മുടക്കി ഒരു കൊല്ലം കൊണ്ട് 30 കോടി എന്ത് ചെയ്യുന്നു, 80 കോടി ആക്കുന്നു എന്നുള്ളത്. പിന്നെ ഇതിനേക്കാൾ വലിയൊരു സന്തോഷമുണ്ട്.
അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് OTT വിറ്റുപോയിട്ടില്ല. സാധാരണ സിനിമ എടുത്ത് പകുതി ആകുമ്പോൾ തന്നെ ആൾ കുത്തുവാളെടുക്കും, മനസ്സിലായി? ആ കുത്തുവാളെടുക്കുമ്പോൾ ഇതെല്ലാം വിറ്റിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ അടക്കം ഇതിൻ്റെ മൊത്തം റൈറ്റുകളും വിൽക്കും. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അങ്ങനെ ഇത് വിറ്റ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ വിൽക്കാത്തത് കൊണ്ടും ഇത് വലിയ തോതിൽ ഹിറ്റായിട്ടുള്ളൊരു സിനിമയായതുകൊണ്ടും ഇപ്പം നേരത്തെ അത് വിറ്റിരുന്നെങ്കിൽ കൂടിയത് എത്ര രൂപ കിട്ടും? മാക്സിമം വന്നാൽ 30-35 കോടി കിട്ടും മാക്സിമം. ഞാൻ പറഞ്ഞാൽ അത്രയൊന്നും കിട്ടൂല. മാക്സിമം വന്നാൽ ഇപ്പോൾ സാറ്റലൈറ്റും OTTയും എല്ലാം കൂടി വിറ്റാലും ഇത്ര കിട്ടൂല. പക്ഷേ ഇപ്പോൾ അത് ഹിറ്റായത് കൊണ്ടിട്ട് ഞാൻ വിചാരിക്കുന്നത് സാറ്റലൈറ്റ് പോലും വിറ്റ് പറ്റില്ല. അപ്പോൾ സാറ്റലൈറ്റും OTTയും ഒക്കെ വിറ്റു പോകുമ്പോൾ വലിയ എമൗണ്ട് കൊടുത്തായിരിക്കും ആളുകളത് എടുക്കുന്നുണ്ടാവും. കാരണം ഇത് സക്സസ് ആവും, ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിലൊന്നും ഇനിയൊരു തർക്കം ഇല്ല. ഹിന്ദിയിലും അതുപോലെ മറ്റ് ലാംഗ്വേജുകളിലൊക്കെ ഇത് റീമേക്ക് ചെയ്യാനുള്ള അവകാശം വിറ്റുപോകും. അതുപോലെ തന്നെ ജർമ്മൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ഇതിൻ്റെ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ അങ്ങോട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കോപ്പികൾ വിറ്റുപോകും. അപ്പോൾ അതുകൊണ്ട് വലിയ സാധ്യത ദുൽഖർ സൽമാൻ്റെ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പടമുണ്ട്, എന്താ കാന്താന്നോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ആ സിനിമയുടെ റിലീസ് പോലും പുള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പുള്ളിയുടെ സിനിമ റിലീസ് ചെയ്ത പുള്ളിക്ക് ഇത്രയല്ലേ കിട്ടാനുള്ളൂ. പുള്ളി അഭിനയിച്ച സിനിമ റിലീസ് ചെയ്തത് കിട്ടാനുള്ളൂ. ഇത് പക്ഷേ കോടികളാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരാൾ ശരിക്കും ദുൽഖറായിരിക്കും. ദുൽഖർ സന്തോഷിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മമ്മൂട്ടി ഹോസ്പിറ്റലിൽ കിടന്നതിൻ്റെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിനിടയിലൂടെയാണ് ഈ സിനിമ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ എൻ്റെ ബലമായ സംശയം എന്ന് പറഞ്ഞാൽ ഇതിന് ഫണ്ട് ചെയ്തേക്കണ വേറെ ആരെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ മെജോറിറ്റി അവർ കൊണ്ടുപോകുമായിരിക്കും. കാരണം ഇവരായിരിക്കും മുമ്പിൽ നിൽക്കുക എന്നുള്ളൂ. പലപ്പോഴും ഇതിൻ്റെ പുറകിൽ ഫണ്ട് ചെയ്യുന്ന ആളുകൾ വേറെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ദുൽഖറിനെ സംബന്ധിച്ചോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം വലിയ വരുമാനം കിട്ടും.